തോമസ് ലീഹയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ശ്രീ എം പി ജോസഫും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഈ പുസ്തകത്തിലുണ്ട് ഡൗട്ടിങ് തോമസ് എന്നാണ്. ഞാൻ അതിനെതിരാണ്. സംശയാലുവായ തോമസ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല. എന്താ പറയുന്നത്? ഞാൻ ആ ആണിപ്പഴുത് കാണാതെ, ആണിപ്പഴുതിൽ വിരലിട്ട് നോക്കാതെ, ആ വിലാപ്പുറത്ത് കൈവയ്ക്കാതെ ഞാൻ വിശ്വസിക്കില്ലെന്ന്. പിന്നെ അദ്ദേഹം വരുമ്പോൾ ക്രിസ്തു വരികയാണ്. വരുമ്പോൾ അദ്ദേഹം ക്രിസ്തു തന്നെ അദ്ദേഹത്തോട് പറയുകയാണ്, ഈ ആണിപ്പഴുതിൽ വിരലിട്ട് നോക്കിയോ, എൻ്റെ വിലാപ്പുറത്ത് കൈവച്ചോ, എന്നിട്ട് വിശ്വസിച്ചോ എന്ന് പറയാണ്. ഞാൻ അതാണ് തൊട്ടു വിശ്വാസികൾ എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. നസ്രാണികളെ തൊട്ടു വിശ്വാസികൾ എന്ന് പറയുന്നത് തോമസ് ലീഹയുടെ അനുയായികളായതുകൊണ്ട് തൊട്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അതൊരു ബോധ്യമാണ്. ആ ബോധ്യം, അതിനെ നമ്മൾ സംശയം എന്ന് പറയാൻ പറ്റില്ല. താൻ കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മാത്രം ഇതൊരു നമ്മളെല്ലാം അങ്ങനെ ആയിരിക്കണം എന്നുള്ള, എനിക്കൊരു സയന്റിഫിക് ടെമ്പറുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തൊട്ട് വിശ്വസിക്കണം, അതിൽ ഒരു തെറ്റും കാണില്ല. അങ്ങനെ ഒരാളെ സംശയാലു എന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഈ അഭിപ്രായം വേറൊരാൾ കൂടി ശരിവെച്ചിട്ടുണ്ട്. എഡിൻബറോ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ റിച്ചാർഡ് ഹാക്കിൻസ് പറഞ്ഞിട്ടുണ്ട്, ഈ തോമസ് ലീഹ എന്ന് പറയുന്നയാൾ സയന്റിസ്റ്റുകളുടെ മധ്യസ്ഥനാണ്. അതിനേക്കാൾ നല്ലൊരു വാക്ക് ഏതാണ്? സയന്റിസ്റ്റ് എന്താ? സയന്റിസ്റ്റ് വെറുതെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അതാണോ സയന്റിഫിക് ട്രൂത്ത് എന്ന് പറയുന്നത്? സയന്റിഫിക് ഫൈൻഡിങ് എന്താ? അതിശാസ്ത്രീയമായി കണ്ടുപിടിച്ച് പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ടാണ് സയന്റിഫിക് ട്രൂത്ത്. അതാണ് ഈ റിച്ചാർഡ് ഹോക്കിൻസ് പറഞ്ഞിരിക്കുന്ന, തോമസ് ലീഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും മനോഹരമായ വാചകം, സയന്റിസ്റ്റുകളുടെ മധ്യസ്ഥൻ. ഞാനപ്പോൾ ഈ ഡൗട്ടിങ് തോമസ് എന്നുള്ളതിനേക്കാൾ എനിക്കിഷ്ടം സയന്റിസ്റ്റുകളുടെ മധ്യസ്ഥൻ എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ അതിനകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ആ വർത്തമാനത്തിൽ. ഞാൻ ചോദിക്കട്ടെ, അതിനേക്കാൾ വിശ്വാസിയായിട്ടുള്ള ഏത് ശിഷ്യനാണ് ക്രിസ്തുവിലുണ്ടായിരുന്നത്? ലാസറിനെ കാണാൻ വേണ്ടി ജൂദായിലേക്ക് പുറപ്പെടുകയാണ് ക്രിസ്തു. അപ്പൊ എല്ലാവരും പറഞ്ഞു അങ്ങോട്ട് പോകരുത്, അവിടെ വലിയ കുഴപ്പമാണ്, അങ്ങേ ആക്രമിക്കും, അങ്ങേ കൊലപ്പെടുത്തും എന്ന് പറയുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? ലെറ്റ് us also go with him, we may die with him. അവനോട് കൂടി മരിപ്പാൻ പോവാന്ന്. അതിനേക്കാൾ വലിയ വിശ്വാസം ഏതാണ്? അതിനേക്കാൾ വലിയ വിശ്വാസം ഏതാണ്? അവനോടൊപ്പം മരിപ്പാൻ പോവുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ വിശ്വാസം ഏതാണ്? ആ തോമസ് ലീഹയെ ഡൗട്ടിങ് തോമസ് എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. ഏറ്റവും വിശ്വാസത്തിന്റെ തീഷ്ണതയിലാണ് തോമസ് ലീഹ നിൽക്കുന്നത്, അല്ലേ? അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ പോലും, അതിനേക്കാൾ വലിയ ത്യാഗമില്ലല്ലോ. നമ്മൾ നമ്മുടെ ജീവൻ പണയപ്പെടുത്താം, അല്ലെ? വി മേ ഡൈ വിത്ത് ഹിം, നമ്മൾ മരിച്ചേക്കാം, ബട്ട് ലെറ്റ് us also go with him, കൂടെ പോവുക എന്നാണ്. അത് വളരെ ഒരു വലിയൊരു മെസ്സേജാണ്, വിശ്വാസികൾക്കെല്ലാമുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പോൾ ഞാൻ താങ്സി ഫ്രാൻസിസിന്റെ മക്കളുണ്ട്, അവരെയും ഇത് തുടക്കം ഇട്ടത്, അവരെ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. അതുപോലെ CMB ജോസഫ് സാർ, അവരുടെ ആഗ്രഹം അത് പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതിന് സഹായിച്ച ഫാദർ പയസ്, അതുപോലെ തന്നെ തനുജ ബന്നി, അവരോടും അവരെ എല്ലാവരെയും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കും. പിന്നെ എല്ലാവരുടെയും സംസ്കാരത്തിന്റെ ഭാഗം ഇതിൻ്റെ അകത്ത് എല്ലാം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വായിക്കില്ല, ഞാൻ കാണാൻ പറയാം. ഇതിൻ്റെ അകത്ത് ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറയുന്നുണ്ട്, ദുഃഖ്രാണയെ കുറിച്ച് പറയുന്നുണ്ട്, ക്രിസ്മസിനെ കുറിച്ച്, ഈസ്റ്ററിനെ കുറിച്ച്, 50 നോയമ്പിനെ കുറിച്ച്, ആ ഒരു കൾച്ചറിനെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. മുഴുവൻ കാര്യങ്ങൾ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്.